ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? ഈ കേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ കേക്കിന്. അത്ര അടിപൊളി കേക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഡേറ്റ്സും ആണ് വേണ്ടത്. ഞാൻ ഡേറ്റ്സ് ഒരു 12 എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ക്യാരറ്റാണ് ഉള്ളതെങ്കിൽ മുഴുവനായിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാരറ്റ് ആയത് കാരണം ഞാൻ പകുതി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ബാറ്ററിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മൈദ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് വേണം അരിച്ചെടുക്കാൻ. അപ്പം ഞാൻ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 തവണ അരിച്ചെടുത്താൽ മതി കേട്ടോ, 2 തവണയൊന്നും അരിക്കേണ്ട. ഞാൻ 1 തവണയെ അരിക്കാറുള്ളൂ. 1 തവണ അരിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ എടുക്കാതെ ഇളക്കുക. കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിക്കും. കുഴപ്പമില്ല, ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിക്കൊള്ളും. അപ്പോൾ ഇതും റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 1/2 കപ്പ് മതിയാവും. കാരണം നമ്മൾ നേരത്തെ ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ്സിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല മധുരം കാണും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഓയിൽ വേണം. ഇപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർക്കുക. പിന്നീട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരും കേട്ടോ. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് അരച്ചെടുത്തിട്ട് കൊണ്ടുവരും. ഇനി നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്ന മിക്സ് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ സെയിം പാൻ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പാത്രം കഴുകാൻ കുറച്ച് മടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി നമ്മൾ ഇതാക്കേണ്ട, ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിച്ച മൈദ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഒറ്റയടിക്ക് നമ്മൾ ഇടണ്ട, കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മൾ മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് കുത്തി ഉടക്കരുത്. ഇവിടെ ഞാൻ വീഡിയോ സ്പീഡാക്കി കാണിക്കുന്നതാണ്, അല്ലാതെ സ്പീഡിന് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പതുക്കെ ചെയ്യുക. പതുക്കെ ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും പതുക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറച്ചിട്ട് നട്ട്സ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് വാൽനട്ടും അതുപോലെ തന്നെ ബദാമും പിന്നെ നമ്മുടെ കാഷ്യൂ നട്ടും ആണ് കേട്ടോ. അപ്പോൾ അതും 3ഉം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ കേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 40 മിനിറ്റ്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബാറ്റർ നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് 1-2 തവണ ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 40 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്തി എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കുത്തി നോക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നമ്മുടെ കിച്ചണിൽ ആ ഒരു ഫ്ലേവർ, ആ ഒരു മണം നിൽക്കുന്നുണ്ട്. അടിപൊളി മണമാണ്. ഈ ഡേറ്റ്സും ഈ ക്യാരറ്റും കൂടെ ചേരുമ്പോഴുള്ള സൂപ്പർ
സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഓൾ.